മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ എസ്റ്റേറ്റ് പാടികളിൽ താമസിച്ചവരെ ഒഴിവാക്കിയതിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മുണ്ടക്കൈയിലെ എസ്റ്റേറ്റ് പാടികളിലെ താമസക്കാരാണ് പ്രത്യക്ഷ സമരത്തിനായി ഒരുങ്ങുന്നത്. തേയില ഫാക്ടറി സംരക്ഷിക്കാനാണ് പാടികൾ കൂടി സുരക്ഷിത മേഖലയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ആരോപണം. അത്തരത്തിലാണ് പാടികൾ താമസിച്ചിരുന്ന ഈ മനുഷ്യരെ തിരിച്ചു ഉൾപ്പെടുമെന്ന് അവസാനം വരെ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് വീട് കിട്ടിയേ ഞങ്ങൾക്ക് മതിയാകൂ, അല്ലെങ്കിൽ ഞങ്ങൾ കലക്ടറേറ്റ് പോയിട്ട് എല്ലാവരും മക്കളും ഞങ്ങളും എല്ലാവരും കൂടി പോയി അവിടെ ഞങ്ങൾ ഇരിക്കും. ഞങ്ങൾ വരുന്ന വഴി തന്നെ വാസയോഗ്യം അല്ല എന്നവർ പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മളെന്താ കൊണ്ട് ഉൾപ്പെടുത്താത്തെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും വീട് കിട്ടിയേ പറ്റുള്ളൂ. അതിൽ മുണ്ടക്കൈയിലെ റാട്ട എസ്റ്റേറ്റ് പാടിയിൽ താമസിച്ചിരുന്നവരാണിവർ. പാടികളിൽ താമസിച്ചിരുന്നവരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ആരുടെയോ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് വിദഗ്ധ സമിതി പാടികളെ സുരക്ഷിത മേഖലയായി അടയാളപ്പെടുത്തിയതെന്നാണ് ആരോപണം. ഇവിടുന്ന് രണ്ടാമത്തെ അളവ് വന്നപ്പോൾ ആ അളവ് പാടിക്ക് ബാധകമല്ല, വീടുകൾക്ക് മാത്രമേ ഉള്ളൂ. 100, 150, 200 വീട്ടിൻ്റെ ഉള്ളിലെ വീടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാടിക്ക് മാത്രം ആരോ മനഃപൂർവ്വം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഞങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ എല്ലാവരെയും ഉൾപ്പെടുത്താമെന്ന വാക്കുപാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങും. 150 വർഷം പഴക്കമുള്ള പാടികളാണ്. ഇതിലിവർ ഉപജീവന മാർഗമായിട്ട് ജീവിച്ചു പോയതാണ്. ഇപ്പോൾ അവർക്ക് ഇതും കൂടി ആയപ്പോൾ ഭയമായി. രാജ്മോഹൻ മിനിസ്റ്റർ നമ്മളോട് എല്ലാവരോടും പറഞ്ഞതുമാണത്. ഇത്രയും കുടുംബത്തിന് 1000 ചില്ലറ കുടുംബത്തിൽ നിന്ന് ഇവിടുന്ന് പുനരധിവസിക്കുന്ന അവർ പറഞ്ഞതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എല്ലാം വെട്ടിച്ചുരുക്കി 388 വീട്ടിലേക്ക് ആക്കിയത്. ഓരോ ലിസ്റ്റ് വരുമ്പോഴും തങ്ങൾ ഉൾപ്പെടുമെന്ന് കാത്തിരുന്നവരാണിവർ. പരാതികൾ പരിഹരിച്ച തങ്ങൾക്ക് കൂടി വീടുകൾ അനുവദിക്കണമെന്ന് മുണ്ടക്കൈയിലെ പാടികളിൽ താമസിച്ചിരുന്നവർ ഒന്നടങ്കം പറയുന്നു. ഓരോ ലിസ്റ്റുകൾ വരുമ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നമ്മുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും പേരുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇത് ഞങ്ങൾ മരിക്കാതാണോ ഇവിടെ തെറ്റെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത്. വീട്ടിൽ നിന്ന് ഒരു വ്യക്തികൾ പോകണം, ഇതൊന്നും ശരിയുള്ള ഏർപ്പാടല്ല. ഇനി ഞങ്ങളെല്ലാവരും മരണത്തിലേക്കാണോ കൊണ്ടുപോകണമെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. മാതൃഭൂമി ന്യൂസ്, വയനാട്.